ഹായ് ഹലോ, ഇന്നുണ്ടല്ലോ നമുക്കൊരു അസിസ്റ്റൻ്റ് കൂടെയുണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇനി വരരുത് ബുക്കോ അപ്പുറത്ത് പോയി ബുക്ക് എടുത്തു എൻ്റെ അസിസ്റ്റൻ്റ് എങ്ങനെയുണ്ട്? എൻ്റെ അസിസ്റ്റൻറ്റിനെ ഞാൻ ഒരു കാര്യവും ചെയ്യുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ഒരുപാട് ലോങ് പോയിട്ടുണ്ട്. കാരണം കോൺസെൻട്രേറ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇതിലിപ്പോൾ വരച്ചേക്കുന്ന ഒരു ഫീമെയിലിൻ്റെ സൈഡ് വ്യൂ ആണ് വരച്ചേക്കുന്നത്. ഞാൻ വരച്ചതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് അങ്ങനെ അധികം കൊടുത്തില്ല. ഞാൻ കൂടുതലും പെൻസിൽ ഡ്രോയിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ റെഫറൻസ് പിക്ക് ഞാൻ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ തന്നെ വരച്ചതാണ്. പക്ഷേ ഞാൻ ഒരു തവണ വരച്ചത് വീണ്ടും വരയ്ക്കുമ്പോഴത്തേക്കും അത് കണക്ക് വരത്തില്ല. എന്തുവാണെന്ന് അറിയാൻ പാടില്ല. പിന്നെ കോൺസെൻട്രേഷൻ കുറവും പിന്നെ മടുപ്പ് കാരണമാണ്. ഒരു സാധനം റിപ്പീറ്റ് വരയ്ക്കുമ്പോഴത്തേക്കും ഭയങ്കര മടുപ്പാണ്. അപ്പോൾ പിന്നെ അതിനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല. വീണ്ടും അതിനെ കണ്ടിന്യൂ ചെയ്ത് വരച്ച് കറക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി വരയ്ക്കാൻ പോകുമ്പോഴത്തേക്കും അത് ആദ്യത്തേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റും. ഈ ഡ്രോയിങ്ങിൽ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഹെയറിൽ പെൻസിൽ ഡ്രോയിങ് ആണ്. പിന്നെ കൂടുതലും വൈറ്റ് പോർഷൻ വിട്ടിട്ടാണ് പെൻസിൽ ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്. കാരണം വൈറ്റിന് വേണ്ടി നമ്മൾ വൈറ്റ്നർ യൂസ് ചെയ്യും. പക്ഷേ വൈറ്റ്നർ ഇവിടെ ആവശ്യമില്ല. പിന്നെ ഇറേസർ പെൻസിൽ കിട്ടും നമുക്ക്. ഇറേസർ പെൻസിൽ ഇപ്പോൾ തൽക്കാലം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് പോർഷൻ വിട്ടിട്ടാണ് ഞാനിതിൽ പെൻസിൽ ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്. റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വൈറ്റ് പോർഷൻ വിടേണ്ടി വരുന്നത്. ഹെയറിലാകുമ്പോൾ പ്രത്യേകിച്ച് വൈറ്റ് പോർഷൻ വിടുന്നതിനനുസരിച്ച് അതിന് നാച്ചുറാലിറ്റി കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ അത്ര വലിയ ഡ്രോയിങ് ആർട്ടിസ്റ്റൊന്നും അല്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ളൂ. ഞാനും ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരുന്നുള്ളൂ. നമുക്ക് ഒരുമിച്ച് ഓരോന്ന് പഠിച്ച് മുന്നോട്ട് പോകാം. എന്തെങ്കിലും സംശയവും കാര്യങ്ങളുള്ളവർക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. പിന്നെ എനിക്ക് വരയ്ക്കുമ്പോഴത്തേക്കും മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഇടയ്ക്ക് എൻ്റെ കുട്ടി അസിസ്റ്റൻ്റ് സംസാരിക്കുന്നതാണേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഞാൻ വരയ്ക്കുമ്പോഴത്തേക്കും അവൾ നന്നായിട്ട് പാട്ട് പാടും. അവൾ എനിക്ക് കൂടെ ഇരുന്ന് പാട്ട് പാടും. അങ്ങനെ അത് ശീലമായി അവസാനം ഇപ്പോൾ വരയ്ക്കുമ്പോൾ എനിക്ക് പാട്ട് ഒന്നെങ്കിൽ കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് പാടണം. ഇല്ലെങ്കിൽ എത്ര വരച്ചാലും അത് റെഡി ആവത്തില്ല. എന്ത് മ്യൂസിക് കേൾക്കുന്നതനുസരിച്ച് കോൺഫിഡൻസും കോൺസെൻട്രേഷനും കൂടുന്നതാണ്. എന്തായാലും വീഡിയോ മൊത്തം കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലാണെങ്കിലും പറയാം. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ പറയാം. നമുക്കതൊക്കെ മാറ്റം വരുത്തി മുന്നോട്ട് പോവാം. പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് ഷെയ്ഡ് ചെയ്യുന്നത് ഒരേ പൊസിഷനിലായിരിക്കണം. പിന്നെ ലൈറ്റ് എഫക്റ്റ് വരുന്നതിനനുസരിച്ച് ഷെയ്ഡിങ്ങിൽ വരുന്ന മാറ്റങ്ങൾ, ഡാർക്ക്നെസ് കൂട്ടുന്നത് കുറയ്ക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ജസ്റ്റ് ബേസിക് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. പോകെ പോകെ ഓരോന്ന് നമുക്ക് പറഞ്ഞും പഠിച്ചും മുന്നോട്ട് പോവാം. ഏതൊരു പിക്ചറും എത്രത്തോളം ടൈം എടുത്ത് വരയ്ക്കുന്നോ അത്രത്തോളം റിസൾട്ട് അതിന് കിട്ടും. ചുമ്മാ സമയം നീട്ടി മാറ്റി വെച്ച് വരയ്ക്കുന്ന കാര്യമല്ല. നമ്മൾ എത്രത്തോളം ഡീറ്റെയിലിങ് കൊടുത്ത് ഒരു പിക്ചറിനെ വരയ്ക്കുന്നോ അത് അത്രത്തോളം പെർഫെക്റ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ വരച്ചിട്ട് നമ്മൾ തന്നെ അതിനെ വിലയിരുത്തുമ്പോഴത്തേക്കും നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. നമ്മളിപ്പോൾ വരച്ചിട്ട് റെഡി ആവാണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ റെഫറൻസ് പിക്കായിട്ട് എടുത്തേക്കുന്ന പിക്ചറും നമ്മൾ വരച്ച പിക്ചറും കൂടെ ഒരുമിച്ച് നോക്കിയിട്ട് നമ്മൾ സ്വയം അതിനെ ജഡ്ജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അവിടെ എന്താണ് മാറ്റം, എന്താണ് റെഡി ആവാണ്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്താണ് നമുക്ക് റെഡി ആക്കേണ്ടത്. മറ്റൊരാളെ കാണിച്ച് അവരുടെ ഒപ്പീനിയൻ വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവർ പറഞ്ഞു തരുന്നത് നമുക്ക് അത്രയ്ക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് സ്വയം കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ആ തെറ്റൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് വരച്ചാൽ മതി. കൂടുതൽ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല.